പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാർ കസ്റ്റഡിയിൽ. ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് ശാസ്തമംഗലത്തെ വീട്ടിൽ നിന്ന്. നടപടി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ ആനന്ദകുമാറിനെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. പത്തനംതിട്ടയിൽ നിക്ഷേപകന്റെ ആത്മഹത്യാശ്രമം. നടപടി നിക്ഷേപം തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത്. ആരോപണം LDF ഭരിക്കുന്ന കോന്നി റീജിയണൽ സഹകരണ ബാങ്കിനെതിരെ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ആനന്ദൻ ഗുരുതരാവസ്ഥയിൽ. കാസർഗോഡ് 15-കാരിയുടെ മരണത്തിൽ പോലീസിനെതിരെ വീണ്ടും ഹൈക്കോടതി. 15 വയസ്സുകാരിയെ കാണാതാകുമ്പോൾ ഒളിച്ചോട്ടമായി കാണരുത്. അന്വേഷണത്തിലുണ്ടായ വീഴ്ചകളിലും വിശദീകരണം തേടി. വീഴ്ച സംഭവിച്ചില്ലെന്ന് പോലീസ് കോടതിയിൽ. ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ച് PC ജോർജും പിന്തുണച്ച് BJPയും. തെളിവുകൾ മാധ്യമങ്ങൾ കണ്ടെത്തണമെന്ന് ജോർജ്. കേസെടുക്കുന്നതിൽ പോലീസ് തീരുമാനം നിയമോപദേശം കിട്ടിയ ശേഷം. ആശാ വർക്കർമാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി. കേരളത്തിന് കുടിശ്ശികയൊന്നും നൽകാനില്ലെന്നും JP നഡ്ഡ രാജ്യസഭയിൽ. കേന്ദ്രമന്ത്രിയുടെ മറുപടി. P സന്തോഷ് കുമാറിന്റെ ചോദ്യത്തിന്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് 1 മാസം. പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിൻവാങ്ങി അസംതൃപ്തരായ CPM നേതാക്കൾ. വിമർശനം തെറ്റായി പോയെന്നും എന്ത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും A പത്മകുമാർ. ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. PFI SDPI വ്യാജ ഫണ്ടിങ്ങിൽ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തി ED. PFIയുടെ 29 അക്കൗണ്ടുകളിലേക്കായി 262 കോടിയിലധികം നിക്ഷേപിച്ചതായി കണ്ടെത്തൽ. നിക്ഷേപങ്ങൾ 2009 മുതൽ 2022 വരെയുള്ള കാലയളവിൽ.